ബീഹാറിൽ ബി.ജെ.പി. നേതാവ് വെടിയേറ്റ് മരിച്ചു. ബി.ജെ.പി. നേതാവും ബിസിനസ്സുകാരനുമായ ഗോപാൽ ഖേംകെയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, എന്താണ് ലഭ്യമാകുന്ന വിവരം? ഈ കൊലപാതകത്തിന് കാരണമായി പോലീസ് സംശയിക്കുന്നത് എന്ത്? ഇന്നലെ രാത്രി പട്നയിലെ സ്വന്തം വീട്ടിന്റെ പുറത്തു വെച്ചാണ് ഈ ഗോപാൽ ഖേംകെ കൊല്ലപ്പെടുന്നത്. ബൈക്കിലെത്തിയ കൊലയാളി ഈ ഗോപാൽ ഖേംകെ പുറത്തുപോയി വരുന്ന ഘട്ടത്തിൽ ഇദ്ദേഹത്തിനടുത്തേക്ക് എത്തുകയും തലയിലേക്ക് വെടിവെക്കുകയുമാണ് ചെയ്തത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഗോപാൽ കൊല്ലപ്പെട്ടു. പ്രതി ഉടൻ തന്നെ അവിടെ നിന്ന് ഒളിക്കുകയാണ് ഉണ്ടായത്. ഇതുവരെയും പ്രതിയെ സംബന്ധിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങൾ നിലവിൽ പരിശോധിച്ച് വരികയാണ്. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിലവിൽ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ CCTV മൊഴികൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കൊലപാതകത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ് വൈരാഗ്യം ഈ കൊലയ്ക്ക് പിന്നിലുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്നാൽ പോലീസ് അതെല്ലാം ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ച് വരികയാണ്. ഇദ്ദേഹത്തിന്റെ മുൻപ് 7 വർഷം മുൻപ് ഇതേ രീതിയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അങ്ങനെ 2 സംഭവങ്ങളിലും ദുരൂഹത അത് ഇപ്പോഴും തുടരുകയാണ്. ശരി, ആർ അച്യുതൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബീഹാറിലെ ബി.ജെ.പി. നേതാവാണ് വെടിയേറ്റ് മരിച്ചത്. ബി.ജെ.പി. നേതാവ് മാത്രമല്ല, അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. ഈ കൊലപാതകത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ വെടിവെച്ച പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്.